എന്തായി? നീ പറഞ്ഞു ശരിയാ, അയാൾക്ക് പേടിച്ച് ഭ്രാന്തായി. ഓ, കുറച്ച് നേരം ഉണ്ടായിരിക്കും, കുറച്ച് നേരം എന്തോ കൊണ്ട് അലറി വിളിക്കും. ഈ നാട്ടിലുള്ള സകലമായ ആൾക്കാരുണ്ട് അവിടെ. അതുകൊണ്ട് അതിന് നേരെ നിന്നില്ല, ഇങ്ങ് പോന്നു. അതെന്തായാലും നന്നായി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും തോന്നരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിൻ്റെ പുറകെ പോകുന്നൊരു ക്രേസ് ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനല്ല. എനിക്ക് നല്ല പേടിയുണ്ട്. അടുത്താഴ്ച സുഹൃത്തോടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പകൽ മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്കാം. എനിക്കത് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ ഒരു സമാധാനമില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? നമുക്കിത് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. ഞാനും അതിനെപ്പറ്റി ആലോചിക്കായിരുന്നില്ല. പക്ഷേ ഹൗസ് ഓണർ ഞാൻ പൈസ തിരിച്ചിരുന്നു തോന്നുന്നില്ല. എടാ, നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തല്ലേ. നമുക്കിതിനെ പിന്നെ ആരാന്ന് കണ്ടുപിടിക്കാം. നീ കണ്ടുപിടിച്ചോണ്ടൊക്കെ അവിടെ നിന്നോ, ഞാൻ എന്തായാലും തീരുമാനിച്ചു. ആ, നീ തീരുമാനിച്ചോ. ഞാനെന്തായാലും അങ്ങനെ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ താമസക്കാർ വന്നെന്ന് അറിഞ്ഞപ്പോൾ കരുതിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുമ്പ് ഈ വീട്ടിൽ താമസിച്ച ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിയാമോ? ഏത് താമസക്കാർ? എൻ്റെ അച്ഛൻ്റെ കാലത്ത് കണ്ട ആരോ താമസിച്ചതാണ്. അതിനുശേഷം ആരും വന്നില്ല അവിടെ. ജോസഫ് ആത്മഹത്യ ചെയ്യാനൊന്നും വഴിയില്ല, അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതാ പെണ്ണുമ്പോൾ എന്തോ മരുന്ന് കൊടുത്ത് മയക്കി കെട്ടി തള്ളിടാനോ വഴി. അവരെന്തോ ഡോക്ടർ നേഴ്സും തന്നെ. ഓ, അവർക്ക് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പിന്നെ കുറച്ചാളായിരുന്നു പുറത്ത് ഡോക്ടർ നേഴ്സായിട്ട് എന്തോ വർക്ക് ചെയ്താ. പിന്നെ ഈ ജോസഫ് ബിസിനസ് ഒന്ന് പച്ചപിടിച്ചപ്പോൾ നിർത്തിങ്ങ് പോകുന്നു. എടാ, എനിക്കിപ്പോൾ അറിയാം ഇതാരാ ചെയ്തത്.